ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡിന്നറാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് അവർക്ക് നല്ലൊരു അടിപൊളി ഡിന്നറാണ് ഞാൻ ഇന്ന് ഒരുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളൊറ്റക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഫേസ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ ഇതളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരു 3 മിനിറ്റ് തിളച്ചാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് സ്റ്റെയിനറിലേക്ക് മാറിക്കാം. കാരണം ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാനിത് സ്റ്റെയിനറിലേക്ക് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഞാൻ ചോറിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ അപ്പോൾ ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ നല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. നമ്മൾ ലസാനിയക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി അടിച്ചട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഇത് മിക്സാക്കി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതിൽ ഉണ്ടാവില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ലേശം ചേർത്താലും മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്നൊരു നല്ലൊരു പാകത്തിനുള്ളൊരു ബാറ്ററാക്കി മാറ്റിയെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ അപ്പത്തിന് ചൂടാറിയിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ. ഇനി ഇതിലോട്ട് നമുക്കൊന്ന് കോട്ടിങ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ പെട്ടെന്നാവും, കാരണം അതിൻ്റെ പുറമേയുള്ള ആ മാവൊന്ന് നമുക്കിത് വെന്ത് കിട്ടിയാൽ മതി. ഉള്ളിലുള്ള കോളിഫ്ലവർ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ടത്, ഇപ്പോഴുള്ള കുഴിയുള്ള ചട്ടിയാണെങ്കിൽ, ചീനച്ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതൊന്ന് കുറേശ്ശായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ബാക്കിയുള്ള ഓയിൽ നമുക്ക് ഗ്രേവിക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പുറത്ത് ഞാൻ 4 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തതൊന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചിക്കനിൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ്, ടൈമില്ലാത്തത് കൊണ്ട് ഗ്രൈൻഡ് ചെയ്തതാണ്. അത് ഞാൻ സാധാരണ കട്ട് ചെയ്താണ് ഇടാറുള്ളത്. ലസാനിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, നമുക്കിത് വ്ളോഗ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് അന്ന് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കൂടെ വെള്ളം അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചിട്ട് റൈസ് ഊറ്റി വെച്ചിട്ട് റൈസ് ഒന്ന് തണുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നന്നാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനൊരു റൈസ് ഉണ്ടാക്കുകയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അരി വെള്ളത്തിട്ട് വെക്കണം. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ടൊമാറ്റോൻ്റെ പ്യൂരി അടിച്ചത് ബാക്കി ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ അതിൽ വേവിക്കാനായിട്ട് വെച്ചു. ഇനി ഞാൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കന് ഒന്ന് കഴുകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചിക്കന് നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് എടുക്കുകയും വേണം. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ബ്രസ്റ്റ് പീസ് കുറച്ചൊന്ന് മാറ്റി വെക്കണം. ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള പീസും ബാക്കി വെക്കണം. പിന്നെ വേസ്റ്റുള്ള നമ്മളെ ചിക്കനിലുള്ളത് ഉണ്ടാവില്ല പാർട്സുകൾ, അതൊക്കെ ഒന്ന് വേറെ മാറ്റി വെക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകുമ്പോൾ തന്നെ എല്ലാം ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റെയിനറിലേക്ക് മറിക്കുകയാണ്. പിന്നെ നല്ലപോലെ കഴുകും വേണം ചിക്കന്. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്
നല്ലപോലെ വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഞാൻ അത് അടച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലസാനിയക്കുള്ള ഇതിലോട്ട് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്തു. ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് ഇനി കുക്കായി കിട്ടണം. അപ്പോൾ നമ്മൾ ലസാനിയ തയ്യാറാക്കാനുള്ള വൈറ്റ് സോസ് പെട്ടെന്നുണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനൊരു ഭാഗത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി റെഡിയാക്കുകയാണെങ്കിൽ നമുക്കത് വേഗം ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സും കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഞാൻ ഫ്രൈഡ് റൈസിക്കുള്ള ചിക്കൻ അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഇട്ട് മിക്സാക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ലസാനിയക്ക് വേണ്ടിയിട്ടുള്ള ചീസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പാല് ഒന്ന് ലൈറ്റ് ചൂടാക്കിയതിന് ശേഷം ഒരു ഇളം ചൂടിട്ടോ ആക്കിയതിന് ശേഷം അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിരുന്നാൽ ഇതുപോലെ നമുക്ക് ചീസ് പെട്ടെന്നായിട്ട് കിട്ടും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഡബയിലിട്ട് ഫ്രിഡ്ജിലൊരു 15 ഫ്രീസറിലൊരു 15 മിനിറ്റ് വെച്ചാൽ നല്ലപോലെ കട്ടിയായി കിട്ടും. എന്നിട്ട് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചു. അപ്പോഴേക്കും ഇവിടെ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി വെക്കുകയാണ്. ആയിട്ട് ഞാൻ ബട്ടർ ചിക്കനിലോട്ട് വേണ്ട ചിക്കനൊന്ന് മസാല തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ടൈമില്ലാത്തത് കൊണ്ട്. ടൈമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ വെക്കാം. നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ 15 മിനിറ്റ് വെക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്ത എണ്ണയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, സൺഫ്ലവർ ഓയിൽ. അതിലോട്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ബീഫ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 700 ഗ്രാമോളം ബീഫ് ഉണ്ടാവും. ഇതിലോട്ട് ഇത് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിൽ എടുത്ത് വെച്ചതാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് വേറെ ബൗളിലിട്ട് വെക്കാനൊന്നും സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യില്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ വറ്റൽ ബീഫ് തയ്യാറാക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം കേട്ടോ. അങ്ങനത്തെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ബീഫിൻ്റെ വിഭവം തയ്യാറാക്കുകയാണെങ്കിൽ ഇത് തയ്യാറാക്കിയാൽ മതി. ഇത് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ലസാനിയക്കുള്ള എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ പിന്നെ ആ പാത്രങ്ങളൊക്കെ കണ്ട് റെഡി ആവുമല്ലോ. അപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസിൻ്റെ മേലെ ബ്രെഡ് നിരത്തി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ കുറച്ച് വൈറ്റ് സോസും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കനും വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഇട്ട നമ്മളെ ടൊമാറ്റോ റെഡ് സോസും എല്ലാം കൂടി ഒഴിച്ചിട്ടുണ്ടാക്കിയ അതിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്തതിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനിയൊക്കെ ഇട്ട് അങ്ങനെ 2 ലെയറായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ അടിപൊളി ലസാനിയ റെഡിയായി. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു. ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാമല്ലോ. അപ്പോൾ ഒന്നാണ് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോൾ തന്നെ. അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഡിഷ് വാഷർ ഉള്ളത് കൊണ്ട് കുറച്ച് ഡിഷ് വാഷറിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഡിഷ് വാഷറിൽ ഇടാൻ പറ്റാത്തത് കഴുകിയും വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബട്ടർ ചിക്കനിന് വേണ്ടിയിട്ടുള്ള ചിക്കന്. അപ്പോൾ ഞാൻ ഒരു പാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ പാൻ ഒഴിവായാലും അപ്പോൾ തന്നെ ക്ലീൻ ആക്കിയിട്ട് അതന്നെ എടുത്തു. അതിൽ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടുന്ന മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു 2.5 സവാള ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വാടാനൊരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കാരണം നമുക്കിതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അരച്ചെടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് വേവിച്ചിട്ട് നമ്മൾ അരച്ചിട്ട് എടുത്തിട്ടാണ്
നമ്മൾ ഇത് ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ടൊരു 3 തക്കാളിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടോളം ചേർത്തിട്ടുണ്ട്. അതിനും കൂടി നല്ല മിക്സാക്കി വെക്കുക. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്നൊന്ന് വാടി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക തന്നെ വേണം. എന്നിട്ടാണ് നമ്മൾ ഗ്രേവിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ തണുക്കാനായിട്ട് വേറെ പാനിലോട്ട് മാറ്റാം. ഇനി വേറൊരു പാനിൽ ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ കേട്ടോ. അതപ്പോൾ കഴുകിയിട്ട് അതന്നെ എടുത്തു. കുറേ പാത്രങ്ങൾ പരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത പാത്രം തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇട്ടൊന്ന് വാടിയ ശേഷം 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടിക്കിട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പോ സോസായാലും കുഴപ്പമില്ല. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, തിളക്കുന്ന വരെ, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഞാൻ അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 80% വെന്ത സമയത്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ചൂടാറാണെന്ന് നമുക്ക് ടൈമില്ല. അപ്പോൾ ഞാൻ വേഗം പാൻ വെച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, അങ്ങോട്ട് ടിന്നോടുക്കാണ് ഒഴിച്ചതാണ്. പിന്നെ അതിലോട്ട് 100 ഗ്രാമോളം സ്പ്രിംഗ് ഓനിയൻ, അതായത് ഉള്ളിത്തണ്ടും കേബേജും, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റും, പിന്നെ ഒരു ക്യാപ്സിക്കവും, പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, ഫ്രോസൺ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലസാനിയ തയ്യാറാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു സ്വീറ്റ് കോണ്. അപ്പോൾ അതും ബാക്കിയുണ്ട്. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്നിങ്ങോട്ട് ഇതായി കിട്ടാൽ മതി. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ആദ്യം ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് തുറന്ന സമയത്താണ് ഇട്ട് കൊടുത്തത്. ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനിയിപ്പോൾ പച്ചക്കറി നമുക്ക് പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 3 മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നീക്കിയിട്ട് ഒരു ഭാഗത്തിട്ടിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാന് അതിനായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാ പാനും കൂടി വന്നാൽ ഒക്കെ കഴുകാൻ ഒരുപാടുണ്ടാവും. അതുകൊണ്ടാണ് ഉള്ള പാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഈ അടുപ്പത്ത് ഞാൻ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ച ചട്ടി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ക്രഷ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് മൂക്കുന്ന സമയത്ത് നമ്മുടെ ബീഫ് അതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഇതെന്തായി നോക്കാം. അവിടെ മുട്ട നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അടച്ചു വെച്ചതുകൊണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഈ ചട്ടകം കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇത് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുത്തി ഉടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നതിലേറെ നല്ലത് ഇങ്ങനെ ആകുമ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസിലോട്ടൊക്കെ വരും. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഈ ഫ്രൈഡ് റൈസിലേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു എരിവും നല്ലൊരു നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഫ്രൈഡ് റൈസിന്. റെഡ് ചില്ലി സോസ് ഒഴിക്കരുത്, ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കളറ് മാറും നമ്മുടെ റൈസിൻ്റെ. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്താൽ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇത്ര പണിയുള്ളൂ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ. എളുപ്പം പരിപാടി കഴിയും. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന പണിയുള്ളൂ. അത് നമ്മൾ മറ്റുള്ള പണീൻ്റെ സമയത്ത്
കുറേശ്ശെ കഴുകി വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഇത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഞാൻ ഈ പാനിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാൻ തന്നെ കഴുകിയിട്ട് അതിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചിട്ട് ഞാൻ ആ ഗ്രേവി ഞാൻ ആ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിളച്ച ശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം വാങ്ങുന്ന ഫ്രഷ് ക്രീമാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാൽപ്പാട തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാൽപ്പാട ഒന്ന് മിക്സിയിട്ട് ഗ്രൈൻഡ് ചെയ്താൽ ഫ്രഷ് ക്രീം ആവും. അങ്ങനെ അതും സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ ഞാൻ ഈ ചട്ടിയോട് കൂടെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് AMCയുടെ കുക്ക് വെയർ ആണ്. അപ്പോൾ ഇതിൽ വെച്ചാൽ ചൂടാറില്ല. ലിഡ് വെച്ചിട്ട് മൂടി വെച്ചാൽ 2-3 മണിക്കൂറോളം ചൂടാറില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും റെസിപ്പി ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ സെർവ് ചെയ്യാറാണ് പതിവ്. കാരണം നമുക്ക് എപ്പോഴും ഇനി ഒരാൾ വരാൻ ലേറ്റ് ആയാലും നമുക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് അത്രയും വില കൂടിയ പാത്രമല്ല, അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ഡിന്നറൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും ബേജാറാവേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ എല്ലാം കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായാൽ നമുക്കെല്ലാം ഒറ്റയ്ക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.